നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വിഷയം വാരഫലം 2026 ജനുവരി 18 മുതൽ 24 വരെയുള്ള വാരഫലം. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളും മേടം മുതൽ മീനം വരെയുള്ള കൂറുകളുടെയും ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ചയിൽ വേടം മിഥുനക്കൂറിലാണ് നിൽക്കുന്നത്. ഈ ആഴ്ചയിൽ വേടം നിൽക്കുന്നത് മിഥുനക്കൂറിൽ, ശനി നിൽക്കുന്നത് മീനക്കൂറിൽ, രാഹു നിൽക്കുന്നത് കുംഭക്കൂറിൽ, കേതു നിൽക്കുന്നത് ചിങ്ങക്കൂറിലുമാണ്. അപ്പൊ പ്രധാനപ്പെട്ട ഗോചര ഫലം തരുന്ന പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങൾ വേഴം, ശനി, രാഹു, കേതു, ഈ 4 ഗ്രഹങ്ങളും നിൽക്കുന്ന രാശിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിച്ചത്. അപ്പൊ ഈ രാശികളിൽ ഈ ഗ്രഹങ്ങളിൽ നിന്നാൽ മറ്റ് ഗ്രഹങ്ങളുടെയും കൂടി സ്വാധീനത്താൽ ഈ ആഴ്ചയിൽ ഉണ്ടാകുന്ന ഫലമാണ്, വാരഫലമാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യം തന്നെ മേടക്കൂറിന്റെ ഫലം പറയാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, കാലം. ഇത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ലാഭം കിട്ടുന്ന ഒരു ആഴ്ചയാണ്. ജോലിയിൽ ഇവർക്ക് ഉത്തരവാദിത്വം കൂടും ഇവരെ സംബന്ധിച്ച്. അതുപോലെ തന്നെ വരുമാനം, ഈ ആഴ്ചയിൽ ഇവരുടെ വരുമാനം തൃപ്തികരമായിരിക്കും. ഇവർക്ക് 7ാം ശനിയുടെ കാലം കൂടിയാണ്, അത് ഓർക്കേണ്ടതാണ്. കടം കൊടുക്കുന്നത് സൂക്ഷിച്ചു വേണം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായി മാറുന്നതാണ്. കഴിയുന്നതും കടം കൊടുക്കുന്നത് ഒഴിവാക്കണം. കുടുംബത്തിൽ സമാധാനം കിട്ടുന്ന ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. സഹോദരന്മാരുമായിട്ട് നല്ല ബന്ധത്തിൽ പോകാനും സഹോദര ഗുണം കിട്ടാനും ഈ ആഴ്ച ഉപകരിക്കുന്നതാണ്. കഴിയുന്നതും തർക്കങ്ങളിൽ നിന്നും ഇവർ ഒഴിഞ്ഞു നിൽക്കേണ്ടതും ആവശ്യമാണ്. ഇവരെ സംബന്ധിച്ച് 11ലെ രാഹു ഗുണം ചെയ്യുന്ന ഒരു സമയമാണ് ഇവർക്ക്. രാഹു 11ലാണ് നിൽക്കുന്നത്. അപ്പൊ 11ലെ രാഹു ഇവരെ സംബന്ധിച്ച് ഗുണം ചെയ്യുന്ന ഒരു ആഴ്ച കൂടിയാണ്. ഇവരെ സംബന്ധിച്ച്, ഈ കൂറുകാരെ സംബന്ധിച്ച് ശുഭ ദിവസങ്ങളിൽ ചൊവ്വാഴ്ച, വ്യാഴാഴ്ച, ഞായറാഴ്ച. അത് ചൊവ്വ, വ്യാഴം, ഞായർ. ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് ശുഭഫലങ്ങൾ തരുന്ന ദിവസമാണ്. ഇവരുടെ ശുഭ ദിവസങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, മുക്കാലി, രോഹിണി, മകീരം, മര. ഇതാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവരുടെ രാശിനാഥൻ ശുക്രൻ ഇവർക്ക് ഇപ്പോൾ അനുകൂലമായ സമയമാണ്. ശനി ഇവരെ സംബന്ധിച്ച് 11ലെ ശനി ഇവർക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു സമയത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇവരെ സംബന്ധിച്ച് ശനി 11ലാണ് നിൽക്കുന്നത്. 11 ശുഭസ്ഥാനമാണ്, വരവിന്റെ സ്ഥാനമാണ്. അപ്പൊ തീർച്ചയായിട്ടും 3, 6, 11ൽ നിൽക്കുന്ന പാപഗ്രഹങ്ങൾ ഇവർക്കല്ല, ഏത് ജാതകനാണെങ്കിലും ഗുണം തരുന്നതാണ്. അപ്പൊ 11ലെ ശനി ഈ ജാതകർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഗുണം കിട്ടുന്ന സമയത്തിൽ കൂടിയാണ് പോകുന്നത്. ജോലിയിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാവും. കാരണം വേഴം ഇവർക്ക്, ഇതാണ് എടവക്കൂറിന്റെ 2ൽ ധനസ്ഥാനത്താണ് വേഴം നിൽക്കുന്നത്. അപ്പൊ ധനകാരകനായ വേഴമാണ് ധനസ്ഥാനത്ത് നിൽക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആർക്കും വാഗ്ദാനങ്ങൾ കൊടുക്കാൻ തയ്യാറാകരുത്. ഇവരെ സംബന്ധിച്ച് ഇവര് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വാഗ്ദാനങ്ങൾ ഈ ആഴ്ച ആർക്കും കൊടുക്കരുത്. കച്ചവടക്കാരെ സംബന്ധിച്ച് ലാഭം കിട്ടുന്ന ഒരു ആഴ്ചയാണ് ഈ ആഴ്ച. കുടുംബ സമാധാനം കിട്ടും ഇവർക്ക്. കുടുംബപരമായിട്ടുള്ള ചില നല്ല കാര്യങ്ങൾ കുടുംബത്തിൽ നടക്കാനും കുടുംബപരമായിട്ടുള്ള സമാധാനം കിട്ടാനും ഈ ആഴ്ച ഇവർക്ക് ഉപകരിക്കുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും നല്ല ആഴ്ചയാണ്. ഇനി മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരം, മര, തിരുവാതിര, ഉണർന്ന, മുക്കാൽ. ഇത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്.
ഇതാണ് മിഥുനക്കൂർ. അപ്പൊ മിഥുനക്കൂറിൽ ഇപ്പോ വേടം അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഇവര് മിഥുനക്കൂറിന്റെ 10ലാണ് ഇപ്പൊ ശനി നിൽക്കുന്നത്, 9ൽ രാഹുവും നിൽക്കുന്നത്. അപ്പൊ ഇവർക്ക് ഈ ആഴ്ച എന്താണ് ഫലമെന്ന് നോക്കാം. അപ്പൊ മകീരമര, തിരുവാതിര, പുണർതം, മുക്കാല് ഇത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ജന്മരാശിയിലാണ് വേടം, അതായത് ആ രാശിയിൽ തന്നെയാണ് വേടം നിൽക്കുന്നത്. അപ്പൊ അത് കൂടാതെ കർമ്മത്തിൽ ശനിയും നിൽക്കുന്നു. 10 എന്ന് പറഞ്ഞാൽ കർമ്മഭാവം. അപ്പൊ കർമ്മത്തിൽ ശനിയും നിൽക്കുന്നു ഇവരെ സംബന്ധിച്ച്. അപ്പൊ ഇങ്ങനെ ഈ ഒരാഴ്ച എങ്ങനെയാണ് ഇവരിലൂടെ കടന്നു പോകുന്നതെന്ന് നോക്കാം. പ്രവർത്തനങ്ങളിൽ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ആഴ്ച ഇവർക്ക്. 10ലെ ശനി കഠിനാധ്വാനം ചെയ്യിപ്പിക്കും ഇവരെ കൊണ്ട്. കർമ്മഭാഗത്ത് ശനിയാണല്ലോ. അപ്പൊ കർമ്മത്തിലെ ശനി ഇവരെ കൊണ്ട് നല്ല പോലെ പണിയെടുപ്പിക്കും. പിന്നെ അതുകൂടാതെ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച്. എന്തെങ്കിലും വിധത്തിലുള്ള ജോലി മാറ്റങ്ങളോ അല്ലെങ്കിൽ ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങളോ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. മാനസിക സമ്മർദ്ദം കൂടാൻ സാധിക്കും. മാനസികമായി സമ്മർദ്ദം കൂട്ടുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. പിതാവുമായോ അല്ലെങ്കിൽ മുതിർന്നവരുമായോ തർക്കത്തിനും ഇടവരുത്തുന്നതാണ്. കാരണം 9ലാണ് രാഹു നിൽക്കുന്നത്. ഇവരെ സംബന്ധിച്ച്, ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് 9ലാണ് രാഹു നിൽക്കുന്നത്. അപ്പൊ 9ലെ രാഹു പിതാവിനെ സംബന്ധിച്ചും മുതിർന്നവരെ സംബന്ധിച്ചും കാരണം പറയാവുന്ന ഒരു രാശിയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് പിതാവിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള മുതിർന്നവരിൽ നിന്നോ ഒക്കെ ഒരു തർക്കത്തിനൊക്കെ ഇടവരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കർക്കിടകക്കൂർ. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, കാലി, പൂയം, ആയില്യം. ഇതാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് ഈ ആഴ്ച ഇതാണ് കർക്കിടകക്കൂർ. കർക്കിടകക്കൂറിന്റെ 8ല് രാഹു നിൽക്കുന്നു, 9ൽ ശനിയും നിൽക്കുന്നു, വേഴം 12ലാണ് നിൽക്കുന്നത്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് വേഴം 12ൽ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമയത്ത് ഇവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഈ ആഴ്ചയിൽ വരുമെന്ന് നോക്കാം. ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണ്ട ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. സഹപ്രവർത്തകരുമായി ഇടപെടുമ്പോൾ ഇവർ ഒന്ന് സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാവുന്ന ഒരു സമയമായിരിക്കും. സാമ്പത്തികമായി പണച്ചെലവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വേഴം, ധനകാരകനായ വേഴം 12ൽ നിൽക്കുന്നു. 12 എന്ന് പറഞ്ഞാൽ ചെലവിന്റെ സ്ഥാനം കൂടി ആണ്. അപ്പോ ഈ ആഴ്ച ഇവർക്ക് ചെലവുണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. വരുമാനത്തിൽ കൂടുതൽ ചെലവുണ്ടായെന്ന് വരാം. പിന്നെ യാത്രാക്ലേശം ഉണ്ടാവും ഈ ആഴ്ച ഇവരെ സംബന്ധിച്ച്. യാത്രകൾ പോകുന്നവരാണെങ്കിൽ യാത്രകൾ പോകുമ്പോൾ അതിൽ ചില തടസ്സങ്ങളും ഇവർക്ക് ഈ ആഴ്ച ഉണ്ടാകാൻ സാധിക്കുന്നതാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കേണ്ടത് ഒരു ആവശ്യമാണ് ഈ ആഴ്ച. ഇവരുടെ ആരോഗ്യം ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. തൊഴിൽപരമായി ഇവർക്ക് അത്ര നല്ല ഒരു സമയമല്ല ഇവരെ സംബന്ധിച്ച്. അപ്പൊ ഇവർക്ക് രാഹു 8ലും ശനി 9ലും വേഴം 12ലും നിൽക്കുന്നത് അത്ര ഗുണകരമല്ല ഈ ആഴ്ചയിൽ. അതുകൊണ്ട് ഇവർക്ക് അത്ര നല്ല ഒരു ആഴ്ചയാണെന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഇവരെ സംബന്ധിച്ചുള്ള ശുഭ ദിവസങ്ങൾ തിങ്കൾ, ചൊവ്വ, വേഴം. ഈ കർക്കിടകൻ രാശിയിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ടുള്ള ദിവസങ്ങൾ തിങ്കൾ, ചൊവ്വ, വേഴം. ഈ ദിവസങ്ങൾ ഇവർക്ക് ശുഭകരമാണ്. ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, കാലി. ഇതാണ് ചിങ്ങൻ രാശി. അപ്പൊ ചിങ്ങൻ രാശിയുടെ 7ൽ രാഹു, 8ല് ശനി, 11ൽ വേഴം നിൽക്കുന്നു ഈ രാശിക്കാരെ സംബന്ധിച്ച്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സമയത്ത് ഇവർക്ക് എന്താണ് ഈ ആഴ്ചയിൽ വരുന്നതെന്ന് നോക്കാം. ഇവരെ സംബന്ധിച്ച് വരവിന്റെ സ്ഥാനത്ത് വേടം നിൽക്കുന്നത് നല്ലതാണ്. കാരണം 11 വരവിന്റെ സ്ഥാനമാണ്. അപ്പൊ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 11 നല്ല സ്ഥാനത്താണ് വേടം നിൽക്കുന്നത്. പണപരമായ വരവ്, അതായത് ധനകാരകനായ വേടം 11 നിൽക്കുന്നത് നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് വരവിന്റെ സ്ഥാനത്താണല്ലോ നിൽക്കുന്നത് വേടം. തീർച്ചയായിട്ടും ഇവർക്ക് ഈ ആഴ്ച സാമ്പത്തികമായി വരവുണ്ടാവുന്ന ഒരു ആഴ്ചയാണ്. സഹപ്രവർത്തകരിൽ നിന്നും പൂർണ്ണമായ ഒരു സഹകരണം ചിലപ്പോൾ ഇവർക്ക് കിട്ടിയില്ല എന്നും വരും. കാരണം ഇവരെ സംബന്ധിച്ച് 7ല് രാഹു,
8-ല് അഷ്ടമത്തില് ശനിയിൽ നിൽക്കുന്ന സമയവും. അപ്പൊ ഇവർക്ക് അഷ്ടമശനി കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. വേടം നല്ല സ്ഥാനത്തിൽ നിൽപ്പുണ്ട്. എന്നിരുന്നാലും പൊതുവെ നോക്കുമ്പോൾ ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച. സഹപ്രവർത്തകരിൽ നിന്ന് അത്ര ഗുണം കിട്ടൂല. പിന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും സഹപ്രവർത്തകരിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജന്മത്തിലെ കേതു ചില വീഴ്ചകൾ ഇവർക്കുണ്ടാവും. അപ്പൊ ഇതില് ചിങ്ങക്കൂറിലാണ് കേതു നിൽക്കുന്നത്. അപ്പൊ കേതു ജന്മത്തിൽ നിൽക്കുന്നത് കാരണം ഈ തട്ടലും മുട്ടലും മുറിവ് ചതവ് ഇതെല്ലാം കേതുവിൽ നിന്നും ഉണ്ടാവുന്നതാണ്. അപ്പൊ ഈ ആഴ്ച ഈ നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. ഏതെങ്കിലും വിധത്തില് ചതവോ മുറിവോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടറിഞ്ഞ് പോയാൽ ഏറ്റവും നല്ലതാണ് ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ചയില് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഞായർ, ചൊവ്വ, വേഴം ഇത് ശുഭമായ ദിവസങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ശുഭദിവസം ഞായർ, ചൊവ്വ, വേഴം ഇത് 3 ദിവസം ഇവരെ സംബന്ധിച്ച് നല്ല ഒരു സമയമാണ്. അപ്പൊ പൊതുവെ പറഞ്ഞാൽ വരവിന്റെ സ്ഥാനത്ത് വേഴം നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണവും മറ്റു ചില ഗ്രഹങ്ങൾ ചില ദുസ്ഥാനത്ത് നിൽക്കുന്നതിന്റെ ദോഷങ്ങളും അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച കടന്നു പോകുന്നത്. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന കന്നിക്കൂർ ഇതാണ് കന്നിക്കൂർ. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങള് കന്നിക്കൂറിൽ വരുന്ന ഉത്രമുക്കാൽ, അത്തം, ചിത്തിരാര. ഉത്രമുക്കാൽ, അത്തം, ചിത്തിരാര ഇത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് പൊതുവെ ഗുണകരമായ ഒരാഴ്ചയാണ്. കാരണം വേടം കർമ്മഭാഗത്ത് നിൽക്കും. 10-ല് അവരുടെ കർമ്മഭാഗത്ത് വേടം നിൽപ്പുണ്ട്. മനസ്സിലായ? 7-ല് എന്നാൽ 7-ല് ശനി 6-ല് രാഹു നിൽക്കുന്നത് അതത്ര നല്ലതല്ല. അപ്പൊ എന്നിരുന്നാലും പൊതുവെ ഗുണകരമായ ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. 10-ലെ വേടവും 6-ലെ ശനിയും ഇവർക്ക് അനുകൂലമായി വരുന്നതാണ്. ഇവരെ സംബന്ധിച്ച് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 7-ലാണ് ശനി, 6-ലല്ല 7-ലാണ് ശനി. 6-ലെ രാഹുവാണ്. 6-ൽ നിൽക്കുന്നത് രാഹുവാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇത് അത്ര 7-ലെ ശനിയും 6-ലെ രാഹു ഗുണം ചെയ്യും ഇവരെ സംബന്ധിച്ച്. 7-ലെ ശനി ഗുണം ചെയ്യില്ല. ഭാര്യയായിട്ട് ചില തർക്കങ്ങൾ ഉണ്ടാക്കാൻ 7-ലെ ശനിയും അതിനുള്ള കാരണമായി വരുന്നതാണ്. അപ്പൊ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച തൊഴിലിൽ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം കർമ്മത്തിലെ വേടം നിൽക്കുന്നതല്ല, കർമ്മത്തിലല്ലേ വേടം നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തൊഴിൽപരമായ ഉന്നതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അത് കൂടാതെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കാരണം ധനകാരകനാണുള്ള വേടം. അപ്പൊ ധനപരമായ നേട്ടം കർമ്മത്തിലൂടെ സമ്പാദിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ശത്രുദോഷം മാറിക്കിട്ടും. കാരണം രാഹു ഇവരെ സംബന്ധിച്ച് രാഹു 6-ലാണ് നിൽക്കുന്നത്. 6-ലെ രാഹു ശത്രുദോഷങ്ങൾ മാറ്റിത്തരുന്നതാണ്. പിന്നെ കടം വീട്ടാൻ സാധിക്കുന്നതാണ് ഇവരെ സംബന്ധിച്ച്. വരുമാനം ഉണ്ടല്ലോ, വരുമാനം വരുമ്പോൾ കടം തീർച്ചയായിട്ടും കൊടുത്തു തീർക്കാൻ ഉദ്ദേശിക്കും. സാമ്പത്തിക വരുമാനങ്ങൾ വരുന്നതനുസരിച്ച് കടം കൊടുത്തു തീർക്കാനും ഈ ആഴ്ച ഇവര് ശ്രമിച്ചെന്ന് വരും. 10-ലെ വേടം ഇവർക്ക് അംഗീകാരങ്ങൾ നേടിത്തരുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. അപ്പൊ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായി തന്നെയായിരിക്കും ഈ ആഴ്ച ഇവരെ സംബന്ധിച്ച് കടന്നു പോകുന്നത്. ഇവർക്കുള്ള ഏറ്റവും ശുഭമായ ദിവസം ബുധൻ, വെള്ളി, ശനി. ബുധൻ, വെള്ളി, ശനി ഇവരെ സംബന്ധിച്ച് ഒരു നല്ല ദിവസങ്ങളായിരിക്കും. ഇനി തുലാക്കൂറാണ്. കന്നിക്കൂർ കഴിഞ്ഞ പിന്നെ തുലാക്കൂറാണ്. ഇതാണ് തുലാക്കൂർ. അപ്പൊ തുലാക്കൂറിന്റെ 6-ലാണ് ശനി. 1, 2, 3, 4, 5. 6-ല് ശനി, 5-ല് രാഹു, 11-ല് കേതു, 9-ല് ഭാഗ്യസ്ഥാനത്ത് വേടം. അപ്പൊ വേടം ധനകാരകനായ വേടം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് വളരെ നല്ലതാണ്. ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. ഇവർക്ക് 5-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് അത്ര നല്ലതല്ല ഇവരെ സംബന്ധിച്ച്. കാരണം 5-ലാണല്ല. 1, 2, 3, 4, 5. 5-ലെ ശനി ഇവരെ സംബന്ധിച്ച് 1, 2, 3, 4, 5. 6-ലാണ് ശനി. ശനി 6-ല് നിൽക്കുന്നത് ഇവരെ സംബന്ധിച്ച് നല്ലതല്ല. 5-ലെ
അഞ്ചില് നിൽക്കുന്നത് രാഹുവാണ്. ഇവരെ സംബന്ധിച്ച് 1, 2, 3, 4, 5 അഞ്ചില് നിൽക്കുന്നത് രാഹു. അപ്പൊ അഞ്ചില് നിൽക്കുന്ന രാഹു സന്താനങ്ങളുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതോടൊപ്പം ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ, കാരണം വേഴം 9-ലല്ല നിൽക്കുന്നത്, 9-ൽ നിൽക്കുന്ന വേഴം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൂടാതെ വിദേശ യാത്ര സംബന്ധമായി നല്ല ഒരു സമയമാണ് ഇവർക്ക്. ഉപരിപഠനത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയും ഈ ആഴ്ച ഉണ്ടാവുന്നതാണ്. ഉപരിപഠനത്തിന് പോകാൻ കഴിയും. അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകും ഇവരെ സംബന്ധിച്ച്. പ്രണയിക്കുന്നവരെ സംബന്ധിച്ചും നല്ല ഒരു ആഴ്ചയാണ് ഇവർക്ക്. പിന്നെ ഭാഗ്യ നേട്ടങ്ങൾ ഇവരെ തേടി വരും. ലോട്ടറി പോലെയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു ആഴ്ച കൂടിയാണ്. അപ്പൊ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് ഉള്ള ശുഭ ദിവസങ്ങൾ വെള്ളി, ശനി, ബുധൻ. വെള്ളി, ശനി, ബുധൻ ഇവരെ സംബന്ധിച്ച് ശുഭമായ ദിവസങ്ങളായിരിക്കും. വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട. ഏതാണ് വൃശ്ചികക്കൂർ? ഇതാണ് വൃശ്ചികക്കൂർ. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രങ്ങൾ വൃശ്ചികക്കൂറിൽ വരും. ഇവരെ സംബന്ധിച്ച് 4-ൽ ശനിയാണ്. ഇവരെ സംബന്ധിച്ച് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് 5-ൽ ശനിയാണ്. 4-ലല്ല, 5-ലാണ് ശനി, 4-ൽ രാഹുവാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് ജോലിയിൽ അമിതമായ ഭാരം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇവരെ സംബന്ധിച്ച് 8-ലെ അഷ്ടമത്തിലാണ് വേഴം. അപ്പൊ അവിടെ ദൈവാധീനം കുറച്ച് കുറയുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. കാരണം അഷ്ടമത്തിലാണ് വേഴം നിൽക്കുന്നത്. അപ്പൊ അഷ്ടമത്തിലെ വേഴം ഇവർക്ക് ദൈവാധീന കുറവ് കാണിക്കും. 8 ദൈവാധീന കുറവ് കാണിക്കും ഇവരെ സംബന്ധിച്ച്. അപ്പൊ അതുകൊണ്ട് ദൈവാനുഗ്രഹം കിട്ടുന്ന ക്ഷേത്ര ദർശനങ്ങളോ അതേപോലെയുള്ള വഴിപാടുകളോ ഇവർ ഈ ആഴ്ച നടത്തുന്നത് വളരെ നല്ലതാണ്. ജോലിയിൽ ഇവരെ സംബന്ധിച്ച് അമിതമായ ഭാരം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൂടാതെ ഭക്ഷണ കാര്യത്തിൽ ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണ കാര്യത്തിൽ കാരണം വൈറസ് സംബന്ധമായ എന്തെങ്കിലും അസുഖം ഇവർക്ക് പിടിപെടാനായിട്ട് സാധ്യതയുണ്ട്. വീട് മാറാനുള്ള സാധ്യതയും അതോടൊപ്പം തന്നെ വാഹന സംബന്ധമായ കാര്യങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്താനും ഇടവരുന്ന ഒരു സമയമാണ്. പിന്നെ ഇവരെ സംബന്ധിച്ച് കുടുംബത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. സന്താനങ്ങളിൽ നിന്നും ചില മോശ അനുഭവങ്ങളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകും. കാരണം വീട് 4-ലാണ് രാഹു നിൽക്കുന്നത്, 4-ൽ 5-ലാണ് ശനി നിൽക്കുന്നത്. അപ്പൊ 5 എന്ന് പറഞ്ഞ സന്താനഭാവവും 4 എന്ന് പറഞ്ഞ വീടുമാണ്. അപ്പോ ഈ വീട്ടിലും ഇത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകാൻ ഈ ആഴ്ച അതിന് കാരണമാവുന്നതാണ്. സന്താനങ്ങളിൽ നിന്നും അത്ര നല്ല ഒരു അനുഭവം ഈ വീട്ടുകാർക്ക് ഈ ആഴ്ച ഉണ്ടാകാൻ സാധ്യത കുറവാണ്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ 4-ലെ രാഹു ഒരു സമാധാന അന്തരീക്ഷം വീട്ടിൽ കിട്ടാൻ കുറവായിട്ടാണ് കാണുന്നത്. അതുകൂടാതെ ദൈവാനുഗ്രഹവും ഈ ആഴ്ച ഇവരെ സംബന്ധിച്ച് കിട്ടാത്തൊരാഴ്ചയാണ്. തീർച്ചയായിട്ടും ഇവർ വഴിപാടുകൾ നടത്തുന്നതും അതേപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും വളരെ നല്ലതാണ്. ഇവരെ സംബന്ധിച്ച് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ, വേഴം, ഞായർ ശുഭ ദിവസങ്ങളാണ്. ചൊവ്വ, വേഴം, ഞായർ ശുഭ ദിവസങ്ങളാണ് ഇവരെ സംബന്ധിച്ച്. ഇനി ധനുക്കൂറിനെ പറ്റി പറയാം. മൂലം, പൂരാടം, ഉത്രാടം, കാലി. ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടം, കാലാണ് ധനുക്കൂർ. ധനുക്കൂർ, ഇതാണ് ധനുക്കൂർ. ധനുക്കൂറിന്റെ 7-ൽ വേഴം നിൽക്കുകയാണ്. ധനകാരകനായ വേഴം അല്ലെങ്കിൽ സർവേശ്വരകാരനായ വേഴം ധനുക്കൂറിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ് ഇവരെ സംബന്ധിച്ച്, ധനുക്കൂറുകാരെ സംബന്ധിച്ച്. പിന്നെ 3-ൽ രാഹു നിൽക്കുന്നു, അത് നല്ലതാണ്. സഹോദരഭാവത്താണ്. 3 എന്ന് പറഞ്ഞ സഹോദരഭാവം കൂടിയാണ്. അപ്പൊ 3-6-11 നിൽക്കുന്ന രാഹു ഗുണം ചെയ്യും ഇവരെ സംബന്ധിച്ച്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് സഹോദര ഗുണം കിട്ടാനും
അതേപോലെ തന്നെ സഹോദര ഗുണം കിട്ടാനും അതേപോലെ തന്നെ 7-ലെ വേടത്തെ കൊണ്ട് ദാമ്പത്യ ഐക്യം ഉണ്ടാകാനും ഒക്കെ സാധിക്കുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് കടന്നു പോകുന്നത്. എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. പുതിയതായി ബിസിനസ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ ബിസിനസ് തുടങ്ങാനുള്ള ഒരു സമയമാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ, കാരണം 7-ൽ വേടം നിൽക്കുന്നേ, അപ്പൊ തീർച്ചയായിട്ടും മംഗളകരമായ കാര്യങ്ങൾ വീട്ടിൽ സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബാന്തരീക്ഷം സമാധാനപൂർണമായി പോകാൻ പറ്റുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. കിട്ടാതെ കിടന്നിരുന്ന പൈസ അല്ലെങ്കിൽ ധനം ഇവർക്ക് കയ്യിൽ വരുന്ന ഒരു ആഴ്ച കൂടിയാണ്. ഏതെങ്കിലും കാരണത്താൽ കിട്ടാതെ മുടങ്ങിക്കിടന്നിരുന്ന ധനമുണ്ടെങ്കിൽ ആ ധനം ഇവരുടെ കയ്യിൽ വരുന്ന ഒരു ആഴ്ച കൂടിയാണ്. അപ്പൊ പൊതുവെ നോക്കുമ്പോൾ ധനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച വളരെ ഗുണകരമായ ഒരു ആഴ്ചയാണ്. ഇവരെ സംബന്ധിച്ച് വേഴം, ഞായർ, ചൊവ്വ അനുകൂലമായ ദിവസങ്ങളാണ്. വേഴം, ഞായർ, ചൊവ്വ അനുകൂല ദിവസമാണ്. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഞാൻ പറയാം. ഇതാണ് മകരക്കൂർ. ധനക്കൂറ് കഴിഞ്ഞ മകരക്കൂർ. അപ്പൊ മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, മര. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, മര മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും തർക്കത്തിനിട വരാൻ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ച് യാത്ര ഗുണമല്ല. ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് തർക്കം കേൾക്കാനിട വരും, അവരുടെ വഴക്ക് കേൾക്കാനിട വരും. കുടുംബാംഗങ്ങളുമായി ധനപരമായ കാര്യത്തിന് തർക്കം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇവർക്ക് കുടുംബാംഗങ്ങളുമായി ധനപരമായ കാര്യത്തിന് തർക്കമുണ്ടാകാൻ സാധ്യത. പണമിടപാടുകൾ നടത്തുമ്പോൾ ഇവർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. പണമിടപാടുകൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഉദരരോഗത്തിന് കാരണമാകുന്ന അവസരങ്ങളും ഈ ആഴ്ച ഇവർക്ക് ഉണ്ടാവുന്നതാണ്. തൊഴിൽ രംഗത്ത് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടും വരും. ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഫലം കിട്ടാൻ കാലതാമസവും ഇവർക്ക് ഉണ്ടാവുന്നതാണ്. പൊതുവെ നോക്കുമ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച അത്ര ഗുണകരമല്ല. എന്നിരുന്നാലും ഇവർക്ക് ശനി, ബുധൻ, വെള്ളി ശുഭമായ അല്ലെങ്കിൽ നല്ലൊരു ദിവസമായിരിക്കും ഇവരെ സംബന്ധിച്ച്. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂർ എന്ന് പറഞ്ഞാൽ ഇതാണ് കുംഭക്കൂർ. അപ്പൊ കുംഭക്കൂറിൽ ഇപ്പൊ രാഹു നിൽക്കുന്ന സമയമാണ്. അപ്പോ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം, മര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി. അവിട്ടം, മര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി കുംഭക്കൂറിലെ നക്ഷത്രങ്ങൾ. ഇവർക്ക് ജന്മരാശിയിലാണ് രാഹു നിൽക്കുന്നത്. ഇത് ഇവരുടെ ജന്മരാശിയാണ് ഈ കുംഭക്കൂറുകാരുടെ. അപ്പൊ ജന്മരാശിയിൽ രാഹു നിൽക്കുന്നു, അതത്ര ഗുണകരമല്ല ഇവരെ സംബന്ധിച്ച്. നിലവിൽ ചെയ്യുന്ന ജോലിയിൽ ജാഗ്രത കുറവ് ഈ ആഴ്ച ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ എന്ത് ജോലിയാണോ അവർ ചെയ്യുന്നത് ആ ജോലിയിൽ ഇവർക്ക് ജാഗ്രത കുറവ് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ ആഴ്ച. പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ കുറച്ചുകൂടി കാത്തിരിക്കണം. ഇവർ പുതിയതായിട്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഈ ആഴ്ച തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കണം. ഈ ആഴ്ച അതിന് പറ്റിയ സമയമല്ല. സന്താനങ്ങളെ കൊണ്ടുള്ള സഹായങ്ങൾ ഇവർക്ക് കിട്ടുന്നതാണ്. സന്താനപരമായി സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ഇവർക്ക് ഈ ആഴ്ച സംഭവിക്കുന്നതാണ്. അതുകൂടാതെ അവരെ പറ്റി ശുഭവാർത്തകൾ കേൾക്കാനും ഇടവരും. അതായത് സന്താനങ്ങളെ പറ്റിയുള്ള ശുഭവാർത്തകൾ കേൾക്കാനും ഇവർക്ക് ഇടവരുന്നതാണ്. യാത്രകൾ കഴിയുന്നതും ഇവർ ഒഴിവാക്കി പോകണം. കാരണം യാത്ര പോകാൻ കഴിയുന്നതും യാത്രകൾ ഒഴിവാക്കിയിട്ട് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. വിദേശ ജോലിക്കോ വിദേശത്ത് പോകാനോ നല്ല സമയമാണ്. എന്നാൽ വിദേശത്ത് പോകാനോ വിദേശ ജോലി സംബന്ധമായോ കാര്യങ്ങൾക്ക് ഇവരെ സംബന്ധിച്ച് നല്ലതാണ്. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി. ഇതാണ് മീനക്കൂറിൽ വരുന്ന മീനക്കൂർ ഇതാണ്. അപ്പൊ മീനക്കൂറിലാണ് ഇപ്പൊ ശനി നിൽക്കുന്നത്. മീനക്കൂറിൽ അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ 12-ൽ മീനക്കൂറുകാരെ സംബന്ധിച്ച് മീനത്തിൽ ശനിയും ജന്മത്തിൽ ശനിയും രാഹു 12-ൽ നിൽക്കുന്ന സമയം. അതുകൂടാതെ വേഴം, ഇവരെ സംബന്ധിച്ച് വേഴം 4-ൽ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന
സമയം കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. ഇവർക്ക് ജന്മത്തിൽ ശനിയാണ്. ഇവരെ സംബന്ധിച്ച് ജന്മത്തിൽ ശനിയാണ്. അല്ല, ശനി ജന്മത്തിൽ നിൽക്കുകയാണ്, മീനക്കുറി തന്നെ നിൽക്കല്ലേ. അതുകൊണ്ടാണ് ഇവർക്ക് ജന്മത്തിൽ ശനി എന്ന് പറയുന്നത്. അതായത് ജന്മശനിയും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. രാഹു 12ലാണ്. ഞാൻ പറഞ്ഞല്ലോ, രാഹു 12ൽ നിൽക്കുന്ന സമയം. അതുകൂടാതെ വേടം 4ൽ നിൽക്കുന്ന സമയം കേന്ദ്രസ്ഥാനത്താണ്. അതായത് വേടം കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് നല്ലതാണ് ഇവരെ സംബന്ധിച്ച്. അപ്പൊ ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ആഴ്ചയിൽ രാഹു 12ൽ നിൽക്കുന്നതിനാൽ ആശുപത്രിവാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാഹു 12ലല്ലേ, 12ൽ രാഹു ആശുപത്രിവാസം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചില കാര്യങ്ങളിൽ ഇവർക്ക് തടസ്സങ്ങളും ഉണ്ടാകും. എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടാകുമെങ്കിലും അത് പരിഹരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ഇതുകൂടാതെ വിദേശയാത്രാപരമായ കാര്യങ്ങളിൽ ഇവർക്ക് അനുകൂലമായ ഒരു ആഴ്ച കൂടിയാണ്. 4ലെ വേഴം വീട്ടിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കും. കുടുംബത്തിൽ സമാധാനവും ഐക്യവും ഉണ്ടാക്കുകയും ചെയ്യും. വീട് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടത്താനോ ഇവർക്ക് കഴിയുന്നതാണ്. വാഹന സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് നല്ല അനുഭവം ഉണ്ടാവുന്നതാണ്. വാഹനം വാടകയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ വാഹന സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കോ വാഹനം വഴി ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും കഴിയുന്നതാണ്. ഇവരെ സംബന്ധിച്ച്, മീനക്കൂറുകാരെ സംബന്ധിച്ചുള്ള നല്ല ദിവസം വേഴം, ചൊവ്വ, ഞായർ. വേഴം, ചൊവ്വൻ, ഞായർ ഇവരെ സംബന്ധിച്ച്, ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച് നല്ല ആഴ്ചയാണ്. അപ്പോൾ മേടം മുതൽ മീനം വരെയുള്ള ഓരോ കൂറിൽ വരുന്ന ഓരോ നക്ഷത്രക്കാരുടെയും ആഴ്ചഫലമാണ് ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇത് ഗോചരപരമായി ഉണ്ടാവുന്ന, അതായത് ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ചുണ്ടാവുന്ന വാരഫലമാണ് ഞാൻ പറയുന്നത്. ഇത് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും ജാതകത്തിലുള്ള ദശാപകാരങ്ങളും കൂടി ചിന്തിച്ചിട്ട് വേണം അതിനെ വിലയിരുത്താൻ. കാരണം ചില ആൾക്കാരെ സംബന്ധിച്ച് ഗോചരപരമായി നല്ല സമയമാണെങ്കിലും ജാതകപരമായിട്ട് ഇവർക്ക് വളരെ മോശമാണെങ്കിൽ ചിലപ്പോൾ ഈ ഫലം കിട്ടിയില്ല എന്ന് വരും. എന്നാലും പൊതുവെ ഗോചരപരമായിട്ട് നല്ല ഫലങ്ങൾ കിട്ടാവുന്ന ആഴ്ച കൂടിയാണ് പലർക്കും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.